മാസപ്പടി കേസിൽ വീണ ടിക്ക് സമൻസ് ഇഡി സമൻസ് അയച്ചു. വെള്ളിയാഴ്ച ഹാജരാകണമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഇന്നലെയാണ് SFIയുടെ പക്കലുള്ള 132ഓളം രേഖകൾ കോടതിയിൽ നിന്ന് ഇഡി കളക്ട് ചെയ്ത് ഇഡി ശേഖരിച്ചത്. തെളിവുകൾ കഴിഞ്ഞ കുറേ ദിവസമായി ശേഖരിച്ചു വരികയായിരുന്നു. ഇഡി ഡയറക്ടർ നേരിട്ട് കൊച്ചിയിലെത്തി ഇക്കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിച്ചു. ഇതടക്കം ഗൗരവതരമായ തെളിവുകൾ വീണയ്ക്കെതിരെ കിട്ടിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ഇപ്പോൾ മാസപ്പടി കേസിൽ വീണ ടിക്ക് സമൻസ് അയച്ചിരിക്കുകയാണ്. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. നവമി, എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? വീണ ടി വെള്ളിയാഴ്ച ഇഡിക്ക് മുന്നിൽ എത്തേണ്ടി വരും. ചോദ്യമുനയിൽ വീണ്ടും വീണ. പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഈ ആഴ്ച തന്നെ ഇഡി നോട്ടീസ് അയക്കുമെന്ന് നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. എന്തായാലും ആ തീയതി മാത്രം, അല്ലെങ്കിൽ ഏത് ദിവസമാണ് വീണയോട് ഹാജരാകാൻ ആവശ്യപ്പെടുക എന്നത് മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു. എന്തായാലും വെള്ളിയാഴ്ച വരാനാണ് ഇഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വരുന്നതിന് വേണ്ടി വീണ വിജയന് സമൻസ് അയക്കും, ഇന്ന് തന്നെ സമൻസ് അയക്കുമെന്നാണ് ഇഡി വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. അങ്ങനെ മാസപ്പടി കേസിൽ നീണ്ട തെളിവെടുപ്പ്, അതിനുശേഷമുള്ള റെയ്ഡുകൾ, കോടതിയിലെ വലിയ വാദപ്രതിവാദങ്ങൾ, ഇതിനൊക്കെ ഒടുവിലായി വീണ വിജയന് ചോദ്യം ചെയ്യണമെന്ന ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇഡി സമൻസ് അയക്കുകയാണ്. ഇന്ന് തന്നെ സമൻസ് അയക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വെള്ളിയാഴ്ച ഹാജരാകണമെന്നാണ് ആവശ്യപ്പെടുക. കൊച്ചിയിലെ ഇഡി ഓഫീസിൽ, കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ എത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വീണ വിജയൻ മാത്രമല്ല 9 പേർക്ക് സമൻസ് അയച്ചിട്ടുണ്ട്. അതിൽ CMRL MD ശശിധരൻ കർത്ത, CMRL ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയുടെ മകൻ കൂടിയായിട്ടുള്ള ശരണസ് കർത്ത, അതോടൊപ്പം തന്നെ CMRL ചീഫ് ജനറൽ മാനേജർ KS സുരേഷ് കുമാർ എന്നീ 3 പേരും, ഒപ്പം CMRLന്റെ മറ്റ് ജീവനക്കാർക്കുമാണ് സമൻസ് അയച്ചിരിക്കുന്നത്. എന്തായാലും വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുള്ള ഒരു കേസ് കൂടിയാണ്. പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളാണ് വീണ വിജയൻ. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇതിന് മറ്റൊരു രാഷ്ട്രീയ മാനം കൂടി വരുന്നത്. എന്തായാലും അതിൽ ഇപ്പോൾ മാസപ്പടി കേസിൽ വീണ വിജയനോട് വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ഇഡി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ 12 ഇടങ്ങളിലായിരുന്നു മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ ഒരു റെയ്ഡ് നടന്നത്. ആ റെയ്ഡിൽ പിണറായി വിജയൻ താമസിക്കുന്ന വീണ വിജയൻ കൂടെ വീടായിട്ടുള്ള തിരുവനന്തപുരത്തും കണ്ണൂരിലടക്കം ഇത്തരത്തിലുള്ള റെയ്ഡുകൾ നടന്നിരുന്നു. ആ റെയ്ഡിൽ വീണ വിജയന്റെ വീട്ടിൽ നിന്നും ചില പ്രധാനപ്പെട്ട രേഖകൾ പിടിച്ചെടുത്തു എന്നായിരുന്നു ഇഡി ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നത്. അതിൽ 3 അക്കൌണ്ടുകൾ, വീണ വിജയന്റെ 3 അക്കൌണ്ടുകളാണ് ഫ്രീസ് ചെയ്തത്. അതിലൊരു HDFC ബാങ്കിന്റെ അക്കൌണ്ട് അടക്കം ഫ്രീസ് ചെയ്തിരുന്നു. ഈ ഒരു സാമ്പത്തിക കൈമാറ്റവുമായി ബന്ധപ്പെട്ട് എക്സാലോജിക്കും CMRLും തമ്മിലുള്ള സാമ്പത്തിക കൈമാറ്റവുമായി ബന്ധപ്പെട്ട് പണം വന്ന അക്കൌണ്ടുകളിൽ 3 എണ്ണമാണ് ഫ്രീസ് ചെയ്തത് എന്നുകൂടി ഇഡി വൃത്തങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അത്തരത്തിലുള്ള വിവരങ്ങളായിരുന്നു പുറത്തുവിട്ടത്. ഒപ്പം വീണ വിജയന്റെ വീട്ടിൽ നിന്നും ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് നിർണായകമായ രേഖകളും കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഇഡി പറഞ്ഞു. വീണ വിജയന്റെ ഒരു മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു, അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. ശശിധരൻ കർത്തയുടെ ലാപ്ടോപ്പ് പിടിച്ചെടുത്തു, അതും ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഈ മൊബൈൽ ഫോണിലൂടെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടന്നത്, ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ നടന്നത്. അതിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് ഇഡി അറിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഫോൺ അടക്കം ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചത്. ഇനിയിപ്പോൾ വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ ഈ തെളിവുകൾ മുന്നിൽ നിരത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലായിരിക്കും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. നേരത്തെ നമുക്കറിയാം, ഈ ഹൈക്കോടതിയിലടക്കം CMRL ഒരു ഹർജി, ഈ ഒരു അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിംഗിൾ ബെഞ്ചിനെയും ഡിവിഷൻ ബെഞ്ചിനെയും സമീപിച്ചു. പക്ഷേ 2 ബെഞ്ചുകളും, ഹൈക്കോടതിയിലെ 2 ബെഞ്ചുകളും അവരുടെ അവകാശത്തെ, അല്ലെങ്കിൽ അവരുടെ ഒരു വാദത്തെ തള്ളിക്കൊണ്ട് അന്വേഷണവുമായി മുന്നോട്ട് പോകട്ടെ എന്നൊരു ഉത്തരവിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ ഈ പേടിക്കാനില്ലെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തിരിമറിയൊന്നും നടത്തിയിട്ടില്ലെങ്കിൽ, കള്ളപ്പണ ഇടപാടുകളൊന്നും നടന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഭയക്കുന്നത്? ഒരു പൊതുമേഖലാ സ്ഥാപനമല്ലേ, കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിന് എന്തിന് ഭയക്കുന്നു എന്ന നിർണായകമായ ചോദ്യം പോലും കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. ഇങ്ങനെ ഇവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഒരു ക്ലീൻ ചിറ്റ് നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടി വരില്ലേ? അത് കമ്പനിക്ക് തന്നെ ഗുണകരമാകുന്നത് എന്ന് കൂടി ഹൈക്കോടതി ചോദിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെ രണ്ട് സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഈ ഹർജി തള്ളിയതോടുകൂടിയാണ് ഇ ഡി അന്വേഷണം വേഗത്തിലാക്കാൻ തീരുമാനിച്ചത്. ഇ ഡി ഡയറക്ടർ അടക്കം കൊച്ചിയിലെത്തി, നേരിട്ടെത്തിയാണ്. അദ്ദേഹം 5 വർഷത്തിന് ശേഷമായിരുന്നു കൊച്ചിയിലെത്തിയത്. ഉദ്യോഗസ്ഥരുമായി നേരിട്ട് സംസാരിക്കുന്നു, തെളിവുകൾ പരിശോധിക്കുന്നു. അതിനൊടുവിലാണ് വീണ വിജയനെയും ശശിധരൻ കർത്തയെയും ചോദ്യം ചെയ്യാൻ തീർച്ചയായും വീണയടക്കം 9 പേർക്കാണ് ഇപ്പോൾ ഇ ഡി സമൻസ് അയച്ചിരിക്കുന്നത് എന്നുള്ള നിർണായക വിവരമാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. വെള്ളിയാഴ്ച ഹാജരാകണമെന്നാണ് നിർദ്ദേശം. വീണ വെള്ളിയാഴ്ച ഹാജരാകുമോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് നീട്ടിവെക്കുമോ എന്നടക്കം കാത്തിരുന്ന് കാണണം. വീണയ്ക്ക് കുരുക്ക് മുറുകുകയാണ്. വളരെ കൃത്യമായ തെളിവെടുപ്പുകൾ, ചോദ്യം ചെയ്യൽ, ഏതാണ്ട് 9 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഇത്രയും ദിവസം വളരെ കാര്യക്ഷമമായ രീതിയിൽ തെളിവുകൾ ശേഖരിച്ച് കോടതിയുടെ നിയമപരമായ ഉത്തരവുകൾ കൂടി അനുകൂലമാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ ഇ ഡിയുടെ നീക്കം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. നവമി, ഈ 9 പേര് എന്ന് പറയുമ്പോൾ CMRലുമായി ബന്ധപ്പെട്ടവരാകും, മറ്റ് ജീവനക്കാർ ഇതുമായി ബന്ധപ്പെട്ടവരുണ്ട്, വീണയുണ്ട്, മറ്റാരുടെയൊക്കെ വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഇവരോടെല്ലാവരോടും വെള്ളിയാഴ്ച തന്നെ എത്രയാണോ പറഞ്ഞിരിക്കുന്നത്? എല്ലാവരോടും വെള്ളിയാഴ്ചയല്ല, നിലവിൽ വീണ വിജയനോടാണ് വെള്ളിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവരെ കൂടാതെ 9 പേർക്കാണ് സമൻസ് അയക്കാൻ ഇ ഡി തീരുമാനിച്ചിരിക്കുന്നത്. അതിലൊന്ന് വീണ വിജയൻ, മറ്റൊന്ന് ശശിധരൻ കർത്തയാണ്. CMRL MD ശശിധരൻ കർത്ത. പക്ഷേ ശശിധരൻ കർത്തയുടെ ആരോഗ്യം വളരെ മോശമായ അവസ്ഥയിലാണ്. അദ്ദേഹം ആശുപത്രിയിൽ തന്നെ ചികിത്സയിലാണ്. നേരത്തെ ഇ ഡി റെയ്ഡിലടക്കം ശശിധരൻ കർത്ത വീട്ടിലുണ്ടായിരുന്നില്ല. അദ്ദേഹം ആശുപത്രിയിൽ തന്നെ ചികിത്സയിലായിരുന്നു. മുൻപ് നടത്തിയ റെയ്ഡിൽ അന്ന് മാത്രമാണ്, അദ്ദേഹത്തിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ മാത്രമായിരുന്നു ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യാൻ ഇ ഡിക്ക് സാധിച്ചുള്ളൂ. അതിനുശേഷം 2 തവണ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി സമൻസ് അയച്ചെങ്കിൽ പോലും അദ്ദേഹം ഹാജരായിരുന്നില്ല. എന്തായാലും ഈ ഒരു സമൻസ് അയക്കുമ്പോൾ അദ്ദേഹം ഹാജരാകുമോ ഇല്ലയോ എന്നതിലൊക്കെ നമുക്കൊരു വ്യക്തത കൈവരികയുള്ളൂ. എന്തായാലും ശശിധരൻ കർത്ത, CMRL MD ശശിധരൻ കർത്ത, മറ്റൊന്ന് ശരണസ് കർത്ത ശശിധരൻ കർത്തയുടെ മകനാണ്. CMRLന്റെ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് ശരണസ് കർത്തയെയും അന്ന് ശശിധരൻ കർത്തയുടെ വീട്ടിൽ നടത്തിയ ചോദ്യം ചെയ്യൽ, ആലുവയിലുള്ള റെയ്ഡിൽ അന്ന് ശരണസ് കർത്തയെ ചോദ്യം ചെയ്തിരുന്നു. നിർണായകമായിട്ടുള്ള മൊഴി ശരണിൽ നിന്നും ലഭിച്ചു എന്നാണ് ഇ ഡി പറയുന്നത്. പക്ഷെ ശരൺ പറയുന്നത് തനിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. എക്സാലോജിക്കും CMRലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട്, അത് ശശിധരൻ കർത്തയ്ക്ക് മാത്രമേ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയുകയുള്ളൂ. തനിക്ക് ഈ സാമ്പത്തിക ഇടപാടുമായി നേരിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായോ ബന്ധമില്ല എന്നൊരു മൊഴിയാണ് ശരണസ് കർത്ത ഇ ഡിക്ക് നൽകിയത്. പക്ഷേ ഇ ഡി അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ശരണസ് കർത്തയെയും വിശദമായി ചോദ്യം ചെയ്യുക എന്നൊരു ഉദ്ദേശം ഇ ഡിയുടെ ഭാഗത്തുള്ളത്. മറ്റൊന്ന് സുരേഷ് കുമാറാണ്. അത് CMRലിന്റെ ചീഫ് ജനറൽ മാനേജറാണ് സുരേഷ് കുമാറിനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നത്. മറ്റത് CMRL ജീവനക്കാർക്കും സമൻസ് അയച്ചിട്ടുണ്ട്. ഈ ജീവനക്കാർക്കും, അതായത് ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുമോ എന്ന് അറിയാവുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റ് ജീവനക്കാരെ കൂടി ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ 9 പേരെയാണ്, മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് 9 പേരെയാണ് ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വീണ വിജയൻ തന്നെയാണ്. പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രിയുടെ മകൾ കൂടിയാണ് വീണ വിജയൻ. അന്ന് വലിയ രാഷ്ട്രീയ ആയുധമായി തന്നെയാണ് അന്നത്തെ പ്രതിപക്ഷം, ഇന്നത്തെ ഭരണപക്ഷമായിട്ടുള്ള കോൺഗ്രസ് വലിയ രീതിയിലൊരു ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. ഇതിന് പിറകിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ടല്ലോ. അതിലൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെ നിയമപരമായ എല്ലാ പഴുതുകളും ഇ ഡി അടച്ചു കഴിഞ്ഞു. കോടതിയുടെ വളരെ കൃത്യമായ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. വേണമെങ്കിൽ ചോദ്യം ചെയ്യാം എന്ന തരത്തിൽ അന്വേഷണമായി മുന്നോട്ട് പോകാമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ വളരെ സാവധാനം തെളിവുകൾ ശേഖരിച്ച് ഈ ഇടവേളകളിൽ, ഒപ്പം ഇതിനോട് ചേർത്ത് വെക്കേണ്ടത് ഇ ഡി ഡയറക്ടറുടെ കൊച്ചിയിലേക്കുള്ള വരവും ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയും മറ്റുമാണ്. അങ്ങനെ എല്ലാ പഴുതുകളും അടച്ചുള്ള ഒരു നീക്കമാണ് ഇ ഡിയുടേത് എന്ന് വേണമെങ്കിൽ കരുതാമല്ലോ. അതെ രഞ്ജിത്ത്, നമുക്ക് തുടക്കത്തിൽ അറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരു അന്വേഷണം ഇ ഡി നടത്തിയിരുന്നു. അത് ചെന്നൈയിൽ വെച്ചായിരുന്നു വീണ വിജയനെ വിളിപ്പിച്ച് ചോദ്യം ചെയ്തത്. അത് SFOയുടെ അന്വേഷണം നടക്കുകയും അതിന്റെ കുറ്റപത്രമടക്കം സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീടാണ് SFIO ഈ ഒരു കേസ് പരിശോധിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിൽ തന്നെയാണ് ഇ ഡിയും ഈ കേസ് ഏറ്റെടുത്തത്. പ്രത്യേകിച്ച് ഇതിലൊരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് ഇ ഡിയുടെ കണ്ടെത്തൽ. പക്ഷെ അതിനാവശ്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ ഇ ഡിക്ക് ഒരു കാലതാമസം
കാലതാമസമുണ്ടായി. ആ സമയത്ത് തന്നെയായിരുന്നു ഈ ഹർജി തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CMRL ഹൈക്കോടതിയെ സമീപിച്ചത്, സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത്. അപ്പോൾ ആ ഒരു കേസ്, അതിന്റെ ഒരു വാദം നടക്കുന്നതിനുള്ള കാലതാമസം, അതിനൊടുവിലാണ് ഈ അന്വേഷണം നടക്കട്ടെ, ഇഡിയുടെ അന്വേഷണത്തെ തടയേണ്ടതില്ല എന്ന സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് വരികയും അതിന് തൊട്ട് പിറ്റേ ദിവസം തന്നെ പിണറായി വിജയന്റെ വീട്ടിലടക്കം ഇഡിയുടെ ഒരു റെയ്ഡ്, ആ റെയ്ഡിന് ശേഷം ഉണ്ടായ ആക്രമണം, ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായ ആക്രമണം, ഇഡിയുടെ വാഹനം തള്ളി തകർക്കുന്നു. അത് വലിയ തിരിച്ചടി തന്നെയായിരുന്നു. പിന്നീട് CPM-നെ സംബന്ധിച്ചും അല്ലെങ്കിൽ വീണ വിജയനെ സംബന്ധിച്ചും അത് വലിയൊരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു തിരിച്ചടി, ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ ആ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട ഇവർക്കുണ്ടായത്. അതിനുശേഷമാണ് വീണ്ടും ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നത്. ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമ്പോൾ ഇഡി അത് കൃത്യമായി പറയുന്നുണ്ട്. ഈ റെയ്ഡിനായി എത്തിയ ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെ അതിക്രമം ഉണ്ടാകുന്നു, ഒരു കേന്ദ്ര ഏജൻസിക്ക് നേരെ അതിക്രമം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ടുള്ള വകുപ്പുകളല്ല, നിസ്സാരമായി അല്ല ഹൈക്കോടതി അതിനെ കണക്കാക്കിയത്. അതിനെ തുടർന്നാണ് പിന്നീട് വീണ്ടും വിശദമായ വാദം കേൾക്കുന്നു. ആ വാദത്തിൽ CMR പ്രധാനമായും വാദിച്ചത് SFIയുടെ അന്വേഷണത്തിൽ കമ്പനിക്കെതിരെ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു അന്വേഷണം അതൊരു രാഷ്ട്രീയ പ്രേരിതമാണ്, ഇതിലൊരു അന്വേഷണവുമായി മുന്നോട്ട് പോകരുത്, ഈ ഒരു അന്വേഷണം അത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ CMR സമീപിക്കുന്നു. പക്ഷെ അവിടെ നിന്നും CMR വലിയ തിരിച്ചടി നേരിടുന്നു, വീണ വിജയന് നേരിടുന്നു. അന്വേഷണവുമായി മുന്നോട്ട് പോകട്ടെ, കേന്ദ്ര ഏജൻസിയായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നൊരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നതോടുകൂടിയാണ് ഈ അന്വേഷണത്തിൽ കൂടുതൽ വേഗത്തിലാക്കുവാനും കൂടുതൽ കടുപ്പിക്കുവാനും ആവശ്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുവാനും ഇഡി വീണ്ടും രംഗത്തേക്ക് എത്തുന്നത്. 12 ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ കണ്ടെടുത്തു, രേഖകൾ കണ്ടെടുത്തു എന്ന് തന്നെയാണ് ഇഡി ആവർത്തിച്ചു പറയുന്നത്. പിന്നീട് മൊബൈൽ ഫോണും ലാപ്ടോപ്പും പിടിച്ചെടുത്തു. ഇത് കോടതിയിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയക്കുന്നു. പിന്നീട് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് കൂടി വന്നപ്പോഴാണ് SFIO കണ്ടെത്തിയ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുന്നത്. അതും കോടതി കൈമാറാൻ ഉത്തരവ് വരുന്നു. ആ രേഖകൾ കൂടി ലഭിച്ചതിന് ശേഷമാണ് ഇനിയിപ്പോൾ വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ വിജയനെ വിളിപ്പിക്കുന്നത്. എന്തായാലും വീണ വിജയന് ഈ ഒരു ചോദ്യം ചെയ്യൽ അത്ര എളുപ്പമാകില്ല. കാരണം കൃത്യമായിട്ടുള്ള തെളിവ് ശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇഡി വെള്ളിയാഴ്ചത്തേക്ക് ഹാജരാകാൻ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇഡി ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള അതിക്രമം കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം വേഗത്തിലാക്കുവാനും കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ച് വീണ വിജയനെയും CMRലെയും എക്സാലോജിക്കിനെയും പൂട്ടുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഒരു ചോദ്യം ചെയ്യലിനായി ഇരുവരെയും വിളിപ്പിക്കുക. കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഇഡി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. വീണ വിജയൻ അടക്കം 9 പേർക്കുള്ള സമൻസ് ഇഡി തയ്യാറാക്കി കഴിഞ്ഞു. അത് അവർക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. വെള്ളിയാഴ്ചയാണ് വീണയോട് ഇഡിക്ക് മുന്നിൽ ഹാജരാകാൻ എത്തിയിരിക്കുന്നത്. ഒരു സംശയവുമില്ല, വീണ വിജയന് കുരുക്ക് മുറുകുകയാണ്. നവമി പറഞ്ഞ പോലെ വളരെ കൃത്യമായ തെളിവ് ശേഖരണത്തിന് ശേഷം നിയമപരമായ എല്ലാ പഴുതുകളും അടച്ചതിന് ശേഷമുള്ള നീക്കമാണ് ഇഡിയുടെ ഭാഗത്ത് നിന്ന്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം.